അമേരിക്കയും ഇറാനും തമ്മിലുള്ള നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിൽ സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് ഇരിക്കുകയാണ്. 3 മാസം നീണ്ടുനിന്ന യുദ്ധത്തിനും സംഘർഷാവസ്ഥയ്ക്കും ശേഷം ഇരു രാജ്യങ്ങളും സമാധാന ചർച്ചകളിലൂടെ ഒരു അന്തിമ കരാറിലേക്ക് എത്താൻ ശ്രമിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. ശനിയാഴ്ച മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ട്രംപിന്റെ വാക്കുകൾ പ്രകാരം ചർച്ചകളിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. സമാധാന കരാറിലേക്കുള്ള വഴികൾ ഇരു രാജ്യങ്ങളും മുമ്പത്തേക്കാൾ കൂടുതൽ അടുത്തിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനും ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഈ കരാർ സഹായിക്കുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. ഈ ചർച്ചകളിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാന്റെ ആണവ പദ്ധതികളെയാണ്. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായി കൈകാര്യം ചെയ്യണമെന്നും ആണവായുധ നിർമ്മാണത്തിലേക്ക് അത് ഉപയോഗിക്കരുതെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. ഇതിലൂടെ ഭാവിയിൽ വലിയ സുരക്ഷാ ഭീഷണികൾ ഒഴിവാക്കാനാകുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കരുത്, അതിന് വഴിയൊരുക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും തടയണം. അതാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം എന്നാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്ക ആവശ്യപ്പെടുന്ന പ്രധാന കാര്യങ്ങളെല്ലാം കരാറിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അന്തിമമായി ഒപ്പുവെക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സമാധാന ചർച്ചകളിൽ പ്രധാന മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാന്റെ ഇടപെടലിലൂടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ സുതാര്യമായി വിലയിരുത്തപ്പെടുന്നു. ചർച്ചകളിൽ അനുകൂലമായ മുന്നേറ്റമുണ്ടായ അമേരിക്കയും ഇറാനും ഒരുപോലെ സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇപ്പോഴുള്ളത് ഒരു പ്രാഥമിക രൂപരേഖ മാത്രമാണെന്നാണ്. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനും സ്ഥിതി ശാന്തമാക്കാനുമാണ് ഇപ്പോൾ പ്രധാന ശ്രദ്ധ നൽകുന്നതെന്ന് അവർ അറിയിച്ചു. അന്തിമ കരാറിലെ എല്ലാ കാര്യങ്ങളും ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും അടുത്ത ഘട്ട ചർച്ചകളാണ് കൂടുതൽ വ്യക്തത വരികയെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഏറ്റവും വലിയ ആവശ്യം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുക എന്നതാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അമേരിക്ക ഇറാന് മേൽ ശക്തമായ സാമ്പത്തിക നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഫലമായി ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വലിയ സമ്മർദ്ദം നേരിടുകയാണ്. എണ്ണ കയറ്റുമതിയും വ്യാപാരവും ബാങ്കിംഗ് സംവിധാനം ഉൾപ്പെടെ പല മേഖലയിലും ഇതിലൂടെ ബാധിക്കപ്പെടും. ആയതിനാൽ സമാധാന കരാറിന്റെ ഭാഗമായി ഈ ഉപരോധങ്ങളിൽ ഇളവ് വേണമെന്നാണ് ഇറാന്റെ ആവശ്യം. അതിനുശേഷമേ ആണവ വിഷയങ്ങളിലെ കൂടുതൽ വിശദമായ ചർച്ചകൾ മുന്നോട്ട് പോകൂ എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അടുത്ത 30 മുതൽ 60 ദിവസങ്ങൾക്കുള്ളിൽ പുതിയ ചർച്ചകൾ നടക്കാനാണ് സാധ്യത. ഈ ചർച്ചകളിലെ മറ്റൊരു പ്രധാന വിഷയം ഹോർമൂസ് കടലൊടുക്കാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ വ്യാപാര മാർഗങ്ങളിലൊന്നായ ഹോർമൂസ് വഴി ലോകത്തിലെ വലിയ തോതിലുള്ള എണ്ണ ഗതാഗതമാണ് നടക്കുന്നത്. സംഘർഷം ശക്തമായതോടെ ഈ പ്രദേശത്ത് ആശങ്കകൾ ഉയരുന്നു. ഇപ്പോൾ ഈ കടലൊടുക്ക് വീണ്ടും സുരക്ഷിതമായി തുറക്കാനുള്ള ചർച്ചകളും സമാധാന കരാറിന്റെ ഭാഗമായിട്ടുണ്ട്. അതേസമയം സമാധാന ശ്രമങ്ങൾക്കൊപ്പം അമേരിക്ക സൈനിക സമ്മർദ്ദം തുടരുകയാണ്. ഞായറാഴ്ച തന്റെ ഉപദേശകരുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുകയും കരാർ ഒപ്പിടാതിരിക്കുകയും ചെയ്താൽ ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. കരാർ നടപ്പായില്ലെങ്കിൽ ഇറാൻ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ലോകത്തിലെ മറ്റൊരു രാജ്യവും നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ ആക്രമണം ഉണ്ടാകും എന്നാണ് ട്രംപ് കടുത്ത ഭാഷയിൽ പറഞ്ഞത്. ഈ പ്രസ്താവനകൾ ലോകരാഷ്ട്രീയത്തിൽ വീണ്ടും ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. 6 ആഴ്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തലിന് ശേഷം അമേരിക്ക 2 രീതിയിലുള്ള നയമാണ് പിന്തുടരുന്നത്. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ തുടരുമ്പോൾ മറുവശത്ത് സൈനിക ഭീഷണിയും നിലനിർത്തുകയാണ്. ചർച്ചകൾ വിജയിക്കാത്ത പക്ഷം വീണ്ടും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറാമെന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത്. ശനിയാഴ്ച ട്രംപ് ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളുടെയും നേതാക്കളുമായി ഫോണിലൂടെ ചർച്ച നടത്തി. സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ സമാധാന കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ രാജ്യങ്ങൾക്ക് മധ്യപൂർവേഷ്യയിലെ സമാധാനം ഏറെ പ്രധാനമാണ്. കാരണം യുദ്ധം തുടർന്നാൽ എണ്ണ വിപണിയിലും അന്താരാഷ്ട്ര വ്യാപാരത്തിലും വലിയ ആഘാതമുണ്ടാകും. ലോക സമ്പദ് വ്യവസ്ഥയും ഇത് ബാധിക്കാനിടയുണ്ട്. ആയതിനാൽ എല്ലാവരും ഇപ്പോൾ സമാധാനപരമായ പരിഹാരമാണ് ആഗ്രഹിക്കുന്നത്. കരാർ ഒപ്പുവെക്കാൻ സാധിച്ചാൽ അടുത്ത 30 മുതൽ 60 ദിവസത്തിനുള്ളിൽ കൂടുതൽ വിശദമായ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷ. സ്ഥിരമായ സമാധാനത്തിലേക്കുള്ള വഴി അതിലൂടെ തുറക്കാമെന്നാണ് ഇരു രാജ്യങ്ങളും കരുതുന്നത്. ആണവ പദ്ധതി, ഉപരോധങ്ങൾ, സുരക്ഷാ ഉറപ്പുകൾ, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയ പല വിഷയങ്ങളിലും പിന്നീട് കൂടുതൽ വിശദമായ ചർച്ച ചെയ്യപ്പെടും. എന്നാൽ ഇതെല്ലാം വിജയകരമായി മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിശ്വാസക്കുറവ് ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല. മുമ്പും പലതവണ ചർച്ചകൾ നടന്നെങ്കിലും അന്തിമ കരാറിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ ചർച്ചകൾ വിജയിച്ചാൽ അത് മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. ലോകം മുഴുവൻ ഇപ്പോൾ ഈ ചർച്ചകളെ ഏറെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിനു പകരം സമാധാനമാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന പ്രതീക്ഷയിലാണ് പല രാജ്യങ്ങളും. അടുത്ത കുറച്ച് ദിവസങ്ങൾ ഈ ചർച്ചകളുടെ ഭാവി തീരുമാനിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. കരാർ ഒപ്പുവെക്കപ്പെടുമോ അതോ വീണ്ടും സംഘർഷത്തിലേക്കോ കാര്യങ്ങൾ നീങ്ങുമോ എന്നത് ലോകം കാത്തുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.